ബെയ്റൂത്ത് ഉൾപ്പെടെ ലെബനാനിൽ ഉടനീളം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ നിലപാട് കടുപ്പിച്ച് ഇറാൻ. ബെയ്റൂത്തിന് നേർക്ക് ആക്രമണം തുടർന്നാൽ ചർച്ചയുടെ വഴി കൊട്ടിയടയ്ക്കാനും ശത്രുവുമായി നേരിട്ട് ഏറ്റുമുട്ടാനും മടിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞു. ഇറാനുമായുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അതേസമയം സ്വത്തുക്കളുടെ കൈമാറ്റവും മേഖലയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ട്രംപ് തള്ളി. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ 2 ഡ്രോണുകൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഉപരോധം നീക്കിയില്ലെങ്കിൽ സംഘർഷം ഇന്ത്യൻ സമുദ്രത്തിലേക്ക് നീളുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാൻ സംഘർഷം ഇന്ന് 100ാം ദിനത്തിലേക്കെത്തി. MCA നാസർ ചേരുകയാണ്. MCA 100ാം ദിനത്തിലേക്കാണ്. 100 ദിവസമായി സംഘർഷം അയവില്ലാതെ തുടരുകയായിരുന്നു. അതിനിടയിൽ ചർച്ചകളൊക്കെ ഒരു വശത്തുണ്ടായിരുന്നു. അതിനിടയിൽ വെടിനിർത്തൽ കരാറിൽ ഇപ്പോഴും ഒരു പൂർണ്ണതോതിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോഴാണ് ഈ ഇസ്രായേൽ ലെബനാന് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുന്നത് എന്നത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വശത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം രാജ്യങ്ങൾ, ജനങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കാണ് ഇസ്രായേൽ വീണ്ടും ഒരു ഭീതിയുടെ, അശാന്തിയുടെ ദിവസങ്ങളിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആക്രമണം ലെബനാനിലേക്ക് നടത്തുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ പെട്ടെന്നായേക്കും, കരാർ പെട്ടെന്നുണ്ടായേക്കും എന്ന് പറയുന്നു. ലെബനാന് നേരെ ആക്രമണം ഇസ്രായേൽ തുടർന്നാൽ ഞങ്ങൾ ചർച്ചയുടെ വാതിലുകൾ കൊട്ടിയടക്കുമെന്ന് ഇറാനും പറയുന്നു. ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് MCA? സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെബ്രുവരി 28 ആരംഭിച്ച ഒരു സംഘർഷം, യുദ്ധം, അത് അനിശ്ചിതമായി തന്നെ തുടരുകയാണ്. പ്രത്യക്ഷത്തിൽ യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ കരാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിരന്തരമായിട്ടുള്ള പ്രത്യാക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൽ മാത്രമല്ല മേഖലയിലെ പല രാജ്യങ്ങളിലേക്കും അതിന്റെ കെടുതികൾ വന്നെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ 100 ദിവസം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം നിരന്തരമായിട്ട് ഒരു കരാറിനെ കരികെയാണ് തങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കരാർ ഉടൻ ഒപ്പുവെക്കും, എല്ലാ കാര്യത്തിലും ഏറെക്കുറെ തീർപ്പായി എന്നതുൾപ്പെടെയുള്ള ആ ശുഭാപ്തി കലർന്ന പ്രതികരണങ്ങൾ അല്പം മുമ്പ് ട്രംപ് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിലും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ ഉള്ളതുപോലെ തന്നെ കടുത്ത ഭീഷണിയും ഉയർത്തുന്നുണ്ട്. കാരണം ഒരു കരാറിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ സൈനികം മാത്രമായിരിക്കും തന്റെ മുമ്പിലുള്ള ഏക മാർഗം, അത് താൻ പ്രയോജനപ്പെടുത്തും, അതിന് മറ്റൊരു വിലക്കുകളും താൻ നേരിടുന്നില്ല എന്നതുൾപ്പെടെയുള്ള ആ പതിവ് വിരട്ടലും അതോടൊപ്പം തന്നെ പതിവ് ന്യായീകരണവും വിശദീകരണവും ഒക്കെ ട്രംപ് തുടരുക എന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് വളരെ സമഗ്രമായിട്ടുള്ള, വളരെ പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു കരാർ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇറാന്റെ ഭാഗത്തു നിന്ന് നേതൃത്വം വഹിക്കുന്നത് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫാണ്. അദ്ദേഹം അല്പം മുമ്പ് എക്സിൽ കുറിച്ചിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ലെബനാൻ തന്നെയാണ്. ലെബനാനും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നാവിക ഉപരോധവും, ഈ 2 കാര്യങ്ങളും പിന്നെ അമേരിക്കയിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു അവസ്ഥ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഒരു വെടിനിർത്തൽ കരാറുള്ളപ്പോൾ അതിനെ മാനിക്കാൻ അമേരിക്ക തയ്യാറാവുന്നില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കണമായിരുന്നു. അതുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ലെബനാനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ആ ജനതയുമായിട്ട് തങ്ങൾക്കുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണം ഉണ്ടായാൽ അതിന്റെ അർത്ഥം കൂടുതൽ കലാപകലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നതാണ്. അത്തരം ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ശത്രുവുമായിട്ട് തുറന്ന ഒരു ഏറ്റുമുട്ടലിന്, അതായത് ഇസ്രായേലിനും ആയിട്ട് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങാനും ഇറാൻ സൈന്യം മടിക്കുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പാർലമെന്റ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. കാരണം ലെബനാനിൽ നേരത്തെയൊക്കെ ദക്ഷിണ ലെബനാനിൽ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണത്തിൽ നിന്ന് ട്രംപ് ഇടപെട്ടുകൊണ്ട് നെതന്യാഹുവിനെ തടയുകയായിരുന്നു. വളരെ പരുഷമായി തന്നെ നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള സംസാരം നീണ്ടുപോയതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബെയ്റൂത്തിന് നേർക്കുള്ള ആക്രമണ പദ്ധതി തൽക്കാലം നെതന്യാഹു നിർത്തിവെക്കുകയും സൈന്യത്തെ ബെയ്റൂത്തിലേക്ക് അയക്കാനുള്ള തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ടാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ബെയ്റൂത്തിനും പ്രാന്തപ്രദേശങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാർ വരുന്നതിന്
വരുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല. ആ കരാർ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്നത് ലബനാന് നേരെ ആക്രമണം കടുപ്പിക്കുക, അവിടുത്തെ ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള കുരുതികൾ നടത്തുക എന്നതാണെന്ന് നെതന്യാഹു തീരുമാനിച്ച് ഉറച്ച മട്ടാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണം ഈ സ്വഭാവത്തിൽ പോകുന്നത്. പക്ഷേ ഇറാൻ സ്വാഭാവികമായിട്ടും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് പാക് ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി തെഹ്റാനിലെത്തി നേതാക്കളുമായിട്ട് ചർച്ച തുടരുകയാണ്. അമേരിക്ക കൈമാറിയിരിക്കുന്ന ഏറ്റവും പുതിയ ഭേദഗതി നിർദ്ദേശം കൂടി ഇറാന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വരുന്ന ഒരു അവസരമുണ്ടെങ്കിൽ അതിനെയും തകർക്കുക എന്നതാണ് ഇപ്പോൾ നെതന്യാഹു ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ട്രംപ് അതിനെ തടയാൻ അല്ലെങ്കിൽ ലബനാന് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ തയ്യാറാകുമോ, അതല്ല കൂടുതൽ വ്യാപ്തിയുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണോ ഈ 100 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിലും ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും നീങ്ങുന്നത് എന്നൊരു ആശങ്ക കൂടി ശക്തമായിട്ടുണ്ട്. മഹേഷ്. ശരി, MC നാസറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്.